ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദാറ്റ് ഈസ് രാധാകൃഷ്ണൻ കമ്മീഷനിൽ വരുന്ന റെക്കമെൻഡേഷൻസ് ആണ്. 5 റെക്കമെൻഡേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാക്കി വരുന്ന റെക്കമെൻഡേഷൻസ് കൂടി നമുക്കൊന്ന് നോക്കാം. 6th ഈസ് UGC. A University Grant Commission should be appointed to supervise the universities all over India and to allocate fund for their functioning. ഇവിടെ പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ സൂപ്പർവിഷനും അവയുടെ ഫങ്ഷനിങ്ങിന് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനും വേണ്ടി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവൽക്കരിക്കേണ്ടതാണ്. 7th ഈസ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. In addition to the mother tongue and Hindi, English should be taught at secondary and university levels. English should be the medium of higher education. സെക്കൻഡറി യൂണിവേഴ്സിറ്റി ലെവൽസിൽ മദർ ടങ്ങിനും ഹിന്ദിക്കും പുറമെ ഇംഗ്ലീഷ് ലാംഗ്വേജസ് കൂടി പഠിപ്പിക്കണം. മാത്രമല്ല, ഇംഗ്ലീഷ് ഷുഡ് ബി ദി മീഡിയം ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. 8th ഈസ് റിലീജിയസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ. The commission stressed the importance of religious and moral instruction. Students must be able to understand the basic principles of all religions in order to develop a spirit of religious tolerance and secularism. Moral instruction should aim also at the development of secularism. കമ്മീഷൻ റിലീജിയസ് ആൻഡ് മോറൽ ഇൻസ്ട്രക്ഷൻ്റെ പ്രാധാന്യം സ്ട്രെസ് ചെയ്തു. എല്ലാ മതങ്ങളുടെയും ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനും അതുവഴി റിലീജിയസ് ടോളറൻസ് ആൻഡ് സെക്യുലാരിസം ഡെവലപ്പ് ചെയ്യാനും യുവാക്കൾക്ക് കഴിയണം. മോറൽ ഇൻസ്ട്രക്ഷൻ സെക്യുലാരിസത്തിനെ എയിമാക്കി നടത്തേണ്ടതാണ്. 9th ഈസ് സ്കോളർഷിപ്സ്. Scholarships and stipends should be given to meritorious and financially handicapped students. NCC, social service and such other schemes should be introduced as co-curricular activities in colleges. സമർത്ഥരും ഫിനാൻഷ്യലി ഹാൻഡിക്യാപ്ഡുമായിട്ടുള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പും സ്റ്റൈപ്പൻറ്റും കൊടുക്കണം. NCC, സോഷ്യൽ സർവീസ് തുടങ്ങിയ പരിപാടികൾ കോളേജസിലെ co-curricular ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തണം. 10th ഈസ് റൂറൽ യൂണിവേഴ്സിറ്റീസ്. The Commission emphasized the vital need for establishing rural universities surrounded by rural colleges to facilitate rural reconstruction with a special reference to agriculture and industry. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി എന്നിവയുമായി ബന്ധപ്പെട്ട റൂറൽ റീകൺസ്ട്രക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടി റൂറൽ യൂണിവേഴ്സിറ്റീസും അവയ്ക്ക് ചുറ്റുമുള്ള റൂറൽ കോളേജസും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. ഓക്കെ, 11ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. Education of women. The Commission pointed out the need for establishing colleges for women with adequate facilities and conducive atmosphere. വേണ്ടത്ര സൗകര്യമുള്ളതും അനുയോജ്യവുമായ അറ്റ്മോസ്ഫിയർ പുലർത്തുന്നതുമായ വുമൺസ് കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം കമ്മീഷൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 12ാമത്തെ റെക്കമെൻഡേഷൻ നോക്കാം. റീഫോം ഓഫ് എക്സാമിനേഷൻ സിസ്റ്റം. ഓർഗനൈസേഷൻ ആൻഡ് മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ ഷുഡ് ബി thoroughly reconstructed. Essay type questions should be supplemented by objective type of questions and oral test. എക്സാമിനേഷൻസിൻ്റെ മെത്തേഡും ഓർഗനൈസേഷനും റീകൺസ്ട്രക്ട് ചെയ്യേണ്ടതാണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അധിക പ്രാധാന്യം കൊടുക്കാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഓറൽ ടെസ്റ്റുകളും ഏർപ്പെടുത്തണം എന്നുള്ളതാണ് 12ാമത്തെ റെക്കമെൻഡേഷൻ. ഓക്കെ, താങ്ക് യു.